ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി 4 മണി ചായയോടൊപ്പം കഴിക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് വടയാണ് കേട്ടോ. അതും കടല ഉപയോഗിച്ചിട്ടാണോ ഞാൻ ഈ ഒരു വട തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും കടല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കടല ഉപയോഗിച്ചിട്ട് വട തയ്യാറാക്കിയിരിക്കുന്നത് എന്ന്. കറിക്ക് ഉപയോഗിക്കുന്ന കടലയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇത് ഞാൻ ഓവർനൈറ്റ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിരുന്ന കടലയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ഇത് അരച്ചെടുക്കാൻ ഒരു പാടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറേച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ടല്ല കേട്ടോ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത്, കുറേച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. എന്നാലേ നല്ലതുപോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ. ഒരുപാടും ഓവറായിട്ട് അരയേണ്ട കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഒതുക്കിയെടുക്കണം. ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഒതുക്കിയെടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. നമുക്കിനി ഈ ഒരു ബൗളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള കടല കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടലയെല്ലാം തന്നെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതൊരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയേ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 3 പച്ചമുളക് കട്ട് ചെയ്തും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നങ്ങ് ഒതുക്കിയെടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ട് ഒരുപാടങ്ങ് അരയണ്ട കേട്ടോ. അതെല്ലാം നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, ചോപ്പ് ചെയ്തെടുത്താൽ മതിയേ. ഇഞ്ചി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇഞ്ചിയൊക്കെ നമ്മൾ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ നമുക്കിതെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കാം. ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഒതുക്കിയെടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് അരഞ്ഞും പോയിട്ടില്ല. ഒന്നും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഉണക്കമുളക് ചതച്ചെടുത്തതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. വട കുറച്ച് ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണുള്ള റൈസ് ഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അരിപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് വടയുടെ ഷേപ്പിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ റൗണ്ട് ആക്കണ്ട കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ അകം വേവത്തില്ല കടല ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും. അകം എല്ലാം നല്ലതുപോലെ വെന്തിട്ടും ഉണ്ടാകും. നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ നമ്മുടെ വടയ്ക്ക്. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് കേട്ടോ റൗണ്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. 2 പ്ലേറ്റിലായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്ന് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ ഉള്ളൊന്നും വേവത്തില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കത്തും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. 2 സൈഡും ക്രിസ്പി ആവുന്നവരെ നമ്മൾ തിരിച്ച് മറിച്ചു ഇട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ, നേരത്തെ വറുത്തെടുത്ത മാതിരി.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വട എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ചായയൊക്കെ ഇടുന്ന സമയത്ത് ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം വടയാണ് കേട്ടോ. നമ്മുടെ പരിപ്പ് വടയൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു വടയ്ക്കും. പരിപ്പ് വടയെക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു ഈ ഒരു വടയ്ക്ക്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.